ജീവിതം അത് വൃഥാവിലാണ് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് വലിയ ഭോഷത്തരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ഒരു ബോധ്യമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഇല്ലായ്മ കണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. എനിക്കുള്ളത് എനിക്ക് മാത്രമാണ് എന്നുള്ള മൗഢ്യമായ ചിന്തയിൽ നിന്നും അത് നിനക്കും നമുക്കും എന്ന ഒരു ചിന്താധാരയിലേക്ക് ഉയരുവാൻ പറ്റണം. ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും ദാരുണമായ അവസ്ഥ എന്ന് പറയുന്നത് പുഴുത്ത് ചാകലോ മാരകമായ രോഗം വന്ന് വേദന അനുഭവിക്കലോ അല്ല, ആരും കൂടെയില്ല എന്നുള്ള അനുഭവമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായ, ഏറ്റവും ക്രൂരമായ, ദാരുണമായ അവസ്ഥ. ഇന്നിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ ഒരു നിയമം പ്രാഥമികമായി നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മുടെ സ്വന്തം കുടുംബത്തിലും സ്വന്തം ബന്ധങ്ങളിലും തന്നെയാണ്. വേറെ എങ്ങോട്ടും പോകണ്ട. ഇതും പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ തെരുവിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് പറയുന്ന ഞാനും ഇത് കേൾക്കുന്നതിൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരും ഇത് കേൾക്കുന്ന ശാലോം ടി വിയുടെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളും സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക് മാത്രം പോയാൽ മതി. അവിടെ സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളാണ് എന്നും എൻ്റെ രക്തബന്ധമാണ് എന്നും മക്കളാണെന്നും സഹോദരങ്ങളാണെന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വരാൻ പറ്റിയാൽ നമുക്ക് പിച്ച തണ്ടേണ്ട ഗതികേട് വരില്ല. ഇല്ലെങ്കിൽ പന്നിയുടെ കൂടെ പിച്ച തണ്ടിയവൻ്റെ അവസ്ഥ വചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. പിതാവേ, സ്വത്തിൽ എനിക്കുള്ള ഓഹരി തരിക എന്നാണ് ധൂർത്തപുത്രൻ എന്ന ഈശോ വിളിക്കുന്ന ഈ രണ്ടാമത്തെ മകൻ ചോദിക്കുന്നത്. സ്വത്തിൽ എനിക്കുള്ള ഓഹരി തരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീടുള്ള കഥയുടെ അടുത്ത തലത്തിൽ പിതാവ് ഓഹരി കൊടുത്തു. ഇവൻ ഓഹരി കൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തടിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ആ ഓഹരിക്കകത്ത് പിതാവും ഇല്ല, മാതാവും ഇല്ല. ശരിയല്ലേ? ഈ ധൂർത്തപുത്രന് അവൻ ചോദിച്ച ഓഹരിയിൽ അവൻ്റെ പിതാവില്ലായിരുന്നു. പിതാവ് ഒരു സ്വത്താണ് എന്ന് അവന് തോന്നിയില്ല. മാതാവ് സ്വത്തിൻ്റെ ഭാഗമാണ് എന്ന് തോന്നിയില്ല. അത്തരത്തിൽ മാതാവും പിതാവും കൂടെ ഉണ്ടാക്കിയത് മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞവൻട്ട് കിട്ടിയ പണി 8ൻ്റെ പണിയാണ്. നമ്മൾ കണ്ടതാ ഇതേ അനുഭവം. അവൻ പിച്ച തണ്ടുക, അവൻ പുഴുവിനെ പോലെ പിച്ച തണ്ടു വരുന്നു. അവസാനം പന്നിയുടെ എച്ചിൽ പാത്രത്തിൽ വരെ പോയി പിച്ച തണ്ടേണ്ട ഒരു ഗതികേട് വന്നു. ഇത് അപ്പനെയും അമ്മയെയും സ്വത്തായിട്ട് കാണാതെ സമ്പത്തായിട്ട് കാണാൻ മനസ്സ് കാണിക്കാത്ത മുഴുവൻ മക്കളുടെയും കൃത്യമായ അനുഭവമാണിത് എന്ന് ഈ വർത്തമാനകാലവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചാവറപ്പിതാവ് പറയുന്ന ഈയൊരു കാര്യം, അതായത് ഭൗതികമായ സമ്പത്തിൻ്റെ ഈ വിനിയോഗം, ഇത് മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതുകൊണ്ടൊന്നും ജീവിതം നമുക്ക് തരാൻ കരുതി വച്ചിരിക്കുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോഴും ഉള്ളത് മാതാപിതാക്കളുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സമ്പത്തായിട്ട് കരുതുമ്പോഴും മാത്രമാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഔന്നത്യത്തിലേക്ക്, ക്രൈസ്തവമായ ഔന്നത്യത്തിലേക്ക് മാത്രമല്ല മാനവികമായ ഔന്നത്യത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുള്ളൂ എന്ന് ഇന്ന് വളരെ വ്യക്തമായിട്ട് ഈ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബേബിചേട്ടൻ എന്ത് തോന്നുന്നു? അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, സഹോദരിയുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ ശ്രമിച്ച് കേസ് കൊടുത്ത് പിടിച്ചെടുത്ത് ആ സ്വത്തും കൊണ്ട് മക്കൾക്കും ഒക്കെ അവർക്കും വീതം വെച്ചില്ല. വീതം വെക്കാതെ മക്കളുടെ മക്കൾക്ക് വീതം വെച്ചു. ആ സ്വത്ത് ഒന്നും ശേഷിക്കാതെ ആ മക്കൾ പോലും ജീവിച്ചിരിപ്പില്ല എന്നുള്ള സത്യം, അവർക്ക് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഈ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു, അതും സാധിച്ചില്ല. ഈ പിടിച്ചു വയ്ക്കുന്ന ആ അവസ്ഥയെപ്പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, ശരിക്കും തുറന്ന മനസ്ഥിതിയോടെ തങ്ങൾക്കുള്ള മുതൽ മറ്റുള്ളവർക്ക് വീതം വയ്ക്കുമ്പോൾ, മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന സുഖവും സമാധാനവും മാത്രമല്ല, അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും കരുണയും അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. പിന്നെ പങ്കുവെക്കുന്ന മനോഭാവം പറയുന്നത്, ആവശ്യക്കാരന് വീതം വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. നമുക്ക് എത്ര അതിന് 10 ഇരട്ടിയായി തിരിച്ചു വരും, ഒരു സംശയമില്ല. ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുമുണ്ട്. പങ്കുവെക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം ഭയങ്കരമാണ്. നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തു നിന്നായിരിക്കും നമ്മളെ തേടി വരുന്നത്.
നമ്മളാരും അറിയാത്ത രീതിയിൽ നമ്മളെ ദൈവം സംരക്ഷിക്കും. അതുപോലെ വിശ്വാസിയുടെയും അനുഭവമാണ്. ചേച്ചിക്ക് എന്ത് പറയാനുണ്ട്? അത് വളരെ ശരി തന്നെയാണ്. പിന്നെ പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞാൽ പങ്കുവെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതൊന്ന്. അതുകൂടാതെ തന്നെ പലതരത്തിലും സാമ്പത്തികമായിട്ടാണ് പോലും നമ്മളെ ദൈവം വളരെയധികം സംരക്ഷണം തരുന്നുണ്ട്. അതെൻ്റെ അനുഭവമാണ്. വെരി ഗുഡ്. സാറിന് എന്താ സാറേ സാറിൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം, ഈ ഒരു പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് അനുഗ്രഹദായകമായിട്ട് മാറുന്നത്? ചാവറ പിതാവ് തൻ്റെ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സമ്പത്തുള്ളവൻ എളിമയുള്ള മനോഭാവത്തോടുകൂടി അതിനെ സ്വീകരിക്കട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ടാണത് എനിക്ക് തോന്നുന്നത്. എളിമയോടുകൂടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതാണ് സമ്പത്ത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ കഴിവുകളും സമയവും എല്ലാം തന്നെ ദൈവത്തിൻ്റെതാണ്. അത് എളിമയുണ്ടെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ചെലവഴിക്കേണ്ടതുണ്ട്, അത് ഉപയോഗിക്കേണ്ടതുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ചിന്തിക്കണമെങ്കിൽ എളിമ വേണം. ഇല്ലെങ്കിൽ അഹങ്കാരത്തോട് ചിന്തിക്കുന്നതാണ് ഈ തെറ്റായിട്ടുള്ള രീതികളിലൂടെ പോകുന്നത്. അപ്പം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ളൊരു മനോഭാവം അവിടെ ഉണ്ടാകുന്നതിനെയാണ് എളിമയോടുകൂടി വേണം സമ്പത്തുള്ളവൻ വ്യാപരിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ ശക്തമായിട്ടുള്ളൊരു പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചാവറപ്പിതാ പറഞ്ഞ ഉള്ള ഭാവം മുഴുവനും കാട്ടുന്നവൻ അവസ്ഥയിൽ കുറഞ്ഞവനാകുന്നു എന്നാണ്. അതെ, അഹങ്കാരം കൊണ്ട് കാണിക്കുന്നതൊക്കെ ബാക്കിയുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് തെറ്റായിട്ടുള്ള രീതിയിലുള്ള വിതരണം, അതിൻ്റെ അവന് അത് കൊടുത്തുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ ദൈവം അതിനെ പിൻവലിക്കുന്നു, അവനില്ലാതായി തീരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അല്ലേ? എന്ത് തോന്നുന്നു? എൻ്റെ പേര് റെനി, കല്ലാനോട് നിന്ന് വരുന്നു. എൻ്റെ അഭിപ്രായം, എനിക്ക് ഏറ്റവും വലിയത് എൻ്റെ അപ്പനും അമ്മയും ആണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. ഇനി പണം നമുക്ക് ദൈവം തരുന്നതാണ്. കാരണവന്മാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് പണം. അവരെ നോക്കാതെ കുറേ പണം ഉണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ ആ പണത്തിന് ഒരു കാലത്തും നമുക്കൊരു അനുഭവിക്കാനോ അതിനോട് യോജിക്കാനോ നമുക്ക് പറ്റില്ല. നമുക്കുള്ളത് നമ്മുടെ കാരണവന്മാരെ നോക്കി ആ കിട്ടുന്ന സമ്പാദ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇക്കാലത്ത് ഏറ്റവും നല്ലൊരു അനുഭവം പങ്കുവയ്ക്കലാണ് നടത്തിയത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാരണവന്മാരെ കൊണ്ടുപോയി അനാഥാലയത്തിൽ ഇടുന്ന ചിലർക്ക് നിർവാഹമില്ലാതെ ഇടുന്നവരുണ്ടാവും. കാരണം ഒരു മാർഗവുമില്ല. അപ്പോൾ അതുകൊണ്ട് കാരണവന്മാർ തന്നെ ഇപ്പോൾ പലരും വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് തന്നെ വല്ല അനാഥാലയത്തിൽ കൊണ്ടുപോയി വയ്ക്കൂ എന്ന് പറയുന്നവരും ഉണ്ടാകും അപൂർവമായിട്ട്. പക്ഷേ വീട്ടിൽ നമുക്ക് കാരണവന്മാരെ നോക്കുവാൻ പറ്റുമായിരിക്കുന്ന മക്കൾ പോലും അങ്ങനെ അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി വിടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഒരിക്കലും അവർക്ക് അനുഭവിക്കുവാൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ ഒരളവ് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അടയാളങ്ങളാണ് അല്ലേ? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടോ? നമുക്ക് ഒരുപാട് സമ്പത്ത് ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. നമുക്ക് കൊടുക്കും തോറുമാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാരി പോലും ഒരു സ്ത്രീ എന്നോട് കശുവിൻ്റെ സാരി ചോദിച്ചു. ഞാനത് അതിന് കൊടുത്തു. പക്ഷേ എനിക്ക് ആ കൊല്ലം 5 സാരി കിട്ടി, ഞാൻ അറിയാതെ തന്നെ. അങ്ങനെ നിസ്സാരമായൊരു കാര്യം കൊടുത്തപ്പോഴത്തോലും അത്രയധികം ദൈവം എനിക്ക് തന്നു. അപ്പം നമ്മൾ കൊടുക്കും തോറും നമുക്ക് കിട്ടുമെന്നുള്ളതിൻ്റെ ഉത്തമമായൊരു ഉദാഹരണമാണത്. അങ്ങനെ പലതും എനിക്ക് സംഭവിക്കുന്നുണ്ട്. പങ്കുവെച്ച് വളരുക എന്ന് പറയുന്ന ഒരു ജീവിതാനുഭവം നമ്മൾ പരിശീലിക്കുകയാണ്. അതിനുള്ള ഒരു പുതിയ പാഠം ഈ വർത്തമാനകാലത്തിൽ, അതായത് തനിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ലോകത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പങ്കുവെച്ച് ജീവിക്കേണ്ടതിൻ്റെ ഒരു പുതിയ സുവിശേഷം ഈശോയുടെ വചനങ്ങളോട് ചേർത്ത് വെച്ച് ചാവറപ്പിതാവിൻ്റെ ഈ ചാവരുളിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് വിവർത്തനം ചെയ്താൽ നമുക്ക് എന്താണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ചേച്ചി എന്ത് പറയുന്നു? പുതിയ തലമുറയോട്, മക്കളോട്, കൊച്ചുമക്കളോടൊക്കെ നമ്മൾ ഈ ഒരു സന്ദേശം ചുരുക്കിയൊന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതെന്ന് പറഞ്ഞിട്ടുള്ളത് ഈശോ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. സമ്പത്തുണ്ടാകാം, ആരോഗ്യമുണ്ടാകാം, സൗന്ദര്യമുണ്ടാകാം,
ആൾക്കാരും എല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു ആ ഒരു ഇതിൽ നിന്നും നമുക്കുള്ളത് എല്ലാം ദൈവം തന്ന ദാനമാണെന്ന് പറഞ്ഞതുപോലെ എല്ലാം ദൈവം തന്നത് തന്നെ ആ ഒരു മനോഭാവത്തിൽ നമ്മുടെ മനോഭാവമാണ് നമ്മളെ ജീവിതത്തിലേക്ക് ആ ഒരു എളിമയിലേക്ക് ഉള്ള ജീവിതം കൊണ്ടുവരികയും അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മക്കളിലുള്ള പെരുമാറ്റത്തിലും മക്കളോടും അതുപോലെ അയൽക്കാരോടും നമ്മുടെ സ്നേഹിതരോടും എല്ലാം ആ പെരുമാറ്റത്തിലെല്ലാം അത് ജീവിതത്തിൽ വരണം. ദൈവം എല്ലാം നമുക്ക് തന്നതാണ്. നമ്മളോട് അത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. സ്നേഹമാണെങ്കിലും നമുക്കുള്ളതെല്ലാം നമ്മൾ പങ്കുവെക്കേണ്ടതാണ്. എൻ്റെ ചെറുപ്പത്തിലെ അമ്മ നേരത്തെ മരിച്ചുപോയി. അപ്പം അമ്മ ഉള്ള സമയത്ത് അമ്മ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ഭക്ഷണത്തിന് അരി എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഒരു പാത്രത്തിലേക്ക് അതിലൊരു പങ്ക് അളന്ന് വെച്ച പാത്രത്തിൽ നിന്ന് ഒരു പങ്കെടുത്ത് മാറ്റി വെക്കും. പിടിയേരി എന്നതിൻ്റെ പേര്. അത് പള്ളിയിലാണ് അത് സാധാരണ എത്തുക. പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കും. അത് എന്നിട്ട് അത് വിതരണം ചെയ്യും. പള്ളിയുടെ ദൈനംദിന ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ അത് പള്ളിയിൽ നിന്ന് വിതരണം ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അത് മാറ്റി വെക്കുന്ന ആ പ്രകൃതം അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ട്. ശരിക്കും അതുകൊണ്ടെന്ന് വെച്ചാൽ രോഗങ്ങൾ പോലും നമ്മളിന്ന് മാറി നിൽക്കുമെന്നാണ് അമ്മ പറയുമായിരുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഒരു വീതം നമ്മൾ കഴിക്കാനിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ വീതം അങ്ങ് മാറ്റി വെച്ചാൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അപ്പം അത് ഒരു ഭയങ്കര പഠനമായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നമുക്ക് ബിസിനസ് ആണെങ്കിലും അതുപോലുള്ള കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ അർഹിക്കുന്ന ലാഭം ഇത് ഒരു മിതമായ ലാഭം ആഗ്രഹിക്കുക, അതിൽ കൂടുതൽ ആഗ്രഹിക്കരുതെന്ന് എൻ്റെ അപ്പം പഠിപ്പിക്കുകയായിരുന്നു. ഈ വളരെ വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം ചേർത്ത് പറഞ്ഞോട്ടെ, ഈ പിടിയരി എന്ന് പറയുന്ന ഒരു ദർശനം അതാരാണ് കേരള സമൂഹത്തിന് നൽകിയതെന്ന് നമുക്കറിയാമല്ലോ. ചാവറപ്പിതാവ് തന്നെ നൽകിയൊരു വലിയൊരു സംഭാവനയാണ്. കാരണം അന്ന് ഇടവകളിൽ സമ്പത്തില്ല. ചാവറപ്പിതാവ് തന്നെ തുടങ്ങിയ സ്കൂളുകളിൽ ഇപ്പോൾ 1846 അദ്ദേഹം സംസ്കൃത സ്കൂൾ തുടങ്ങി മാന്നാനത്ത് എല്ലാ ജാതിഭേദമനെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ആ മാന്നാനം സെൻറ്റ് ജോസഫ് ആശ്രമ ദേവാലയത്തോട് ചേർന്ന് പള്ളിയോട് ചേർന്നുള്ള സ്കൂൾ തുടങ്ങി. ആ സ്കൂളിൽ അധ്യാപകർ വരുന്നു, അതിനുശേഷം കുട്ടികൾ വരുന്നു. ഇവരാരും തന്നെ സ്കൂളിൽ വന്ന് പഠിക്കാനായിട്ട് സ്വയമേ വരുന്നില്ല. കാരണം അവർക്ക് വരാനായിട്ടുള്ള ത്രാണിയില്ല. അതിൻ്റെ തുടർച്ചയിലാണ്, ഈ സംഭവങ്ങളുടെ തുടർച്ചയിലാണ് 1864 ചാവറപ്പിതാവ് വരാപ്പുഴയിൽ നമ്മുടെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറലായി നിയമിതനായ സമയത്ത് അദ്ദേഹം 1864 എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടം വേണമെന്നൊരു കൽപ്പന അന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന ബെർണദീനസ് പെച്ചിനെല്ലി പിതാവിനോട് ചേർന്ന് പുറപ്പെടുവിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങളുണ്ടായി. ഈ പള്ളിക്കൂടങ്ങളിൽ പിള്ളേർ വരണമല്ലോ. പിള്ളേർ വരാതെ കുറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, പാടത്ത് പണി ചെയ്യുന്ന അപ്പനോടും അമ്മയോടും കൂടി പാടത്ത് പോയാൽ ഉച്ചയ്ക്ക് വിളമ്പുന്ന കഞ്ഞിയിലൊരൽപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് പലരും സ്കൂളിൽ വരുന്നില്ല, പാടത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ചാവറപ്പിതാവ് എന്ത് ചെയ്തു? ഉച്ചക്കഞ്ഞി സമ്പ്രദായം എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങുന്നു 1864. ഉച്ചക്കഞ്ഞി വരണമെങ്കിൽ എന്ത് വേണം? അരി വേണം. അരിക്ക് വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച മറ്റൊരു വഴിയാണ് പിടിയരി. ആ പിതാവിൻ്റെ ദർശനം എത്രമാത്രം മഹത്തരമായിരുന്നു ആലോചിച്ചു. പിടിയരി മാത്രമല്ല, ദേവാലയങ്ങളിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ പാവപ്പെട്ടവരാണ് എല്ലാവരും, ചുമ്മാ പോയി പിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, 100 തെങ്ങുള്ളയാൾ ഒരു 5-10 തെങ്ങ് കെട്ടിവെക്കാൻ പറഞ്ഞു. ആ കെട്ടിവെച്ച തെങ്ങിൻ്റെ ഫലം പള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞു. അതിന് പിന്നീട് അതൊരു ശൈലിയായി മാറി. എന്തായിരുന്നു അത്? കെട്ടുതെങ്ങ് എന്ന് പറയുന്ന ഒരു ശൈലിയായിട്ട് മാറി. നമ്മൾ പിന്നീടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥരും അനുകരിച്ചു. നമ്മൾ ചാവറപ്പിതാവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ കേരള സമൂഹത്തിന് അദ്ദേഹം നൽകിയത് ആധ്യാത്മികമായ വിചാരധാരകൾ മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ കുടുംബങ്ങളുടെ മധ്യസ്ഥനായി കുടുംബ വിചാരവും കുടുംബദർശനവും മാത്രമല്ല നൽകിയത്. ഒരു സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന രീതിയിലുള്ള വലിയ ദർശനങ്ങളാണ് അദ്ദേഹം നൽകിയത്. പിടിയേരിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ഒരിക്കൽ ഒരു യാത്രയിൽ എൻ്റെ നിന്ന് പണം നഷ്ടപ്പെട്ടു പോയി. ഞാൻ വളരെ വിഷമിച്ച്, ഞാൻ പാലായിൽ നിന്ന് വരികയാണ്, കോഴിക്കോട്ടേക്ക് വരിക. അന്ന് 9,500 രൂപയേ ഉള്ളൂ
കോഴിക്കോട്ടേക്ക് ടിക്കറ്റ്. ഞാൻ ചെറുതാ, ഞാനങ്ങനെ അങ്ങോട്ട് പോയത് എന്നെ ഒരാൾ കൊണ്ടുപോയതാണ്. തിരിച്ചിങ്ങോട്ട് എനിക്ക് ഒറ്റയ്ക്കാണ് പോരുന്നത്. അപ്പം വണ്ടിയിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ട് ഞാനങ്ങനെ നിൽക്കുക, വല്ലാതെ വിഷമിച്ച്. ആകെ 5 രൂപയേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ഇവിടെ എത്തുകയല്ല, തൃശ്ശൂർ വരെ എത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കല്ല, നമുക്ക് മാർഗമൊന്നുമില്ലല്ലോ. അറ്റ കൈ നമ്മളങ്ങനെയാണല്ലോ ചെയ്യുക. അങ്ങനെ അറ്റ കൈക്ക് ആ പണി ചെയ്യുള്ളൂ അല്ലേ? മനസ്സിലായി. അല്ല, പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പം ബസ്സിൽ വന്ന് കയറുന്ന വേറൊരാളുടെ കാറിലാണ് വന്ന് കയറുന്നത്. അപ്പം എല്ലാവരും ധരിച്ചു ഞാൻ ആൾ ഉഗ്രനാണെന്ന്. പക്ഷേ വന്ന് എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ച് അടുത്തിരുത്തി. എന്നൊക്കെ പ്രായം കുറഞ്ഞൊരു പയ്യൻ. ഞാൻ അന്നേരം 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പം എന്നെക്കാൾ പ്രായം കുറഞ്ഞൊരു പയ്യൻ എന്നെ അടുത്തിരുത്തി. അപ്പോൾ ഞാനിങ്ങനെ വല്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എന്നാ വല്ല സങ്കടം പോലെ ഇരിക്കുന്നത് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പൈസ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി വിഷമിക്കണ്ട, എല്ലാവർക്കും സംഭവിക്കുന്നതല്ല, എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി പേടിക്കൊന്നും വേണ്ട, ഞാൻ ടിക്കറ്റ് എടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ അവൻ തന്നെ ടിക്കറ്റ് എടുത്ത് കോഴിക്കോട് എത്തിയപ്പം അവിടുന്ന് പോരുന്ന വഴിക്കുള്ള ഭക്ഷണം മുഴുവൻ അവൻ വാങ്ങി തന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല. ഭക്ഷണം കഴിപ്പിച്ച് കോഴിക്കോട് വന്ന് വീട്ടിലേക്ക് എത്താനുള്ള പൈസയും തന്നു വിട്ടു. എന്നിട്ട് ഞാൻ ആ പണം അതിൻ്റെ ഇരട്ടി തന്നെ പൈസ അയച്ച് ഒരു മണി ഓർഡറായിട്ട് അയച്ചു. 1 മാസം ചുറ്റിക്കറങ്ങിയിട്ട് ആ പൈസ തിരിച്ചു വന്നു. ഒരു കത്തും 2ഉം തിരിച്ചു വന്നു. ഒന്നുകിൽ അവൻ അഡ്രസ്സിൽ മാറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ സ്വീകരിച്ചില്ല. ഏതായാലും അത് തിരിച്ചു വന്നു. ഞാൻ ഇന്നും വിചാരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനാ അന്ന് എന്നെ അവിടുന്ന് രക്ഷിച്ച്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ പങ്കുവെക്കൽ മനോഭാവമാണ്. ഇത് നമ്മൾ പേരൻസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വിശ്വാസം മക്കൾക്ക് കൊടുക്കുക, അതുപോലെ നമ്മുടെ പ്രവൃത്തികൾ നന്നാക്കിയിരിക്കുക എന്ന ഒരു പാഠമാണ്. വലിയ പാഠമാണ്. ചെറിയ പാഠമല്ല. നമ്മളിന്ന് ചർച്ച ചെയ്തത് ഭൗതികമായ ഒരു സമ്പത്തിനെക്കുറിച്ചും അതിൻ്റെ പങ്കുവെക്കലിനെക്കുറിച്ചുമാണ്. ഞാൻ ചിന്തിക്കുകയാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് ദൈവമാണ്. നമ്മൾ ഏറ്റവും അധികം പങ്കുവെക്കേണ്ടതും ദൈവത്തെ തന്നെയാണ്. ഇന്ന് ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്നതും ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ പങ്കുവെക്കുമ്പോൾ അത് സ്നേഹം പങ്കുവെക്കലാവും. അത് യഥാർത്ഥത്തിൽ നടന്നു വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഭൗതികമായിട്ട് നമുക്ക് എന്തെല്ലാം ഇന്ന് നമ്മൾ സമ്പത്തായി കരുതുന്നുണ്ടോ അവയെല്ലാം പങ്കുവെക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനവും പ്രഥമവുമായ കടമയെന്ന് പറയുന്നത് യേശുവിനെ കൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തെ കൊടുക്കുക, അല്ലെങ്കിൽ സുവിശേഷം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ നമ്മുടെ സമ്പത്തായി മനസ്സിലാക്കി കണ്ടുകൊണ്ട് തന്നെ അത് നമ്മൾ പങ്കുവെക്കാൻ തുടങ്ങണം എന്നൊരാശയം കൂടി എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഒരിക്കലും ക്ഷയിച്ച് തീരാത്ത ഒരു സമ്പത്തിൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ വരുന്നത്. ഭൗതികമായ സമ്പത്ത് നശ്വരമാണ് എന്നും അനശ്വരമായ സമ്പത്ത് ദൈവമാണ് എന്നും, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭൗതികമായ സമ്പത്ത് സ്വീകരിച്ചാൽ ഈ ലോകത്തിൽ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്നുമുള്ള ആത്മീയ ചിന്ത അവതരിപ്പിക്കുകയായിരുന്നു ഒരു നല്ലയപ്പൻ്റെ ചാവരുളിലെ ഈ എപ്പിസോഡിൽ വിശുദ്ധ ചാവറയച്ചൻ്റെ ഈ ഒരു ചാവരുൾ വിശകലനം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മണ്ണിൽ കണ്ണുടക്കി നശ്വരമായ അഴുകിത്തീരുന്ന ഈ സമ്പത്തിൽ ജീവിതം തടഞ്ഞു തീരുന്നവർ യഥാർത്ഥത്തിൽ മാനുഷിക സ്നേഹമോ ആത്മീയ അനുഭവമോ സ്വന്തമാക്കാത്തവരാണ് എന്ന് ചാവറപ്പിതാവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശാലോം ടി വിയുടെ ഈ എപ്പിസോഡ് കണ്ട പ്രേക്ഷക സമൂഹത്തിന് സ്വന്തം കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും അർഹിക്കുന്നത് കൊടുക്കാതെ ആർക്കെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ കൊടുത്തു തീർക്കാനുമുള്ളൊരു പ്രചോദനം ഈ എപ്പിസോഡിൻ്റെ കാഴ്ച അനുഭവം പ്രദാനം ചെയ്യട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നും കല്ലാനോട് ഇടവകയിൽ നിന്നും ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേർന്ന
എല്ലാ നല്ല കുടുംബാംഗങ്ങൾക്കും ചാവറ പിതാവിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ. ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ദൈവകൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.